ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്ന് ഇംഗ്ലീഷിലെ പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺകോഡ് എന്നുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൽ സബ്ജക്റ്റ്, വെർബ്, എഗ്രിമെന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പിന്നെ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെയാണ് ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഇംഗ്ലീഷില്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസസിനെയോ അല്ലെങ്കിൽ ഇമ്പരേറ്റീവ് സെന്റൻസസ് ലൈക്ക് കമാൻഡ്സ്, ഷട്ട് ദ ഡോർ, അങ്ങനെയുള്ള കമാൻഡ്സ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഊന്നി പറയാനായിട്ട് സെന്റൻസിന്റെ അവസാനം ചേർക്കുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു സെന്റൻസ് പറയാണ്, ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ആ ഒരു സെന്റൻസിനെ ഒന്നുകൂടി അസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസ് ഇൻ ഷീ എന്നുള്ള പോലത്തെ കുഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മൾ അതിന്റെ ടെയിൽ എൻഡിൽ ആഡ് ചെയ്യും. ആ ടെയിൽ എൻഡിൽ ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് റൂൾസ് അറിഞ്ഞിരിക്കണം. അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് നോക്കാം. ആ സെന്റൻസിൽ ഫുൾ സ്റ്റോപ്പ് എവിടെയാണോ ഉള്ളത് നോക്കാം. ആ ഫുൾ സ്റ്റോപ്പിനെ കോമയാക്കി മാറ്റാം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യാൻ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫുൾ സ്റ്റോപ്പ് കോമയാക്കി മാറ്റാം. എന്നിട്ട് വേണം ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യാനായിട്ട്. ഇനി ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ബിഗിൻ ചെയ്യേണ്ടത് സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ്. അതിന്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടായിരിക്കണം. അത് ആ കണ്ടിന്യൂസ് സെന്റൻസിന്റെ പാർട്ടായിട്ട് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. അപ്പോൾ ഈസ് ഇൻ ഷീ, ഈസ് ഇൻ ഹി, ഈസ് ഇറ്റ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ ഈസിന്റെ IS എന്നുള്ളത് എന്തായിരിക്കണം? സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഇനി അതിന്റെ ഏറ്റവും അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്കും നിർബന്ധമായിട്ടും വേണം. ഇനി നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ടെൻസ് ഓഫ് ദ സെന്റൻസ്. സെന്റൻസ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗും പ്രസന്റ് ടെൻസിൽ തന്നെയായിരിക്കണം. അത് പാസ്റ്റ് ടെൻസിലാണ് നമുക്ക് തരുന്ന സെന്റൻസ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗും പാസ്റ്റ് ടെൻസിനോട് ചേർന്നായിരിക്കണം. ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ ഫ്യൂച്ചർ ടെൻസിൽ തന്നെയായിരിക്കണം ക്വസ്റ്റ്യൻ ടാഗും ചോദിക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ജീവൻ ഈസ് ആൻ LD ക്ലർക്ക്. അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ജീവൻ ഒരു LD ക്ലർക്ക് ആണ്. അപ്പൊ നമ്മൾ അതിനോട് ചേർക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെ അതിന് ചേർത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ് ഒന്ന് നോക്കൂ. ഈസ് ഇൻ ഹി, ഈസ് ഇൻ ഹി. ഇവിടെ ഈസ് എന്നുള്ള ജീവൻ ഈസ്, അതിൽ ഈസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈസ് ഇൻഡ് ആക്കി. കാരണം എന്താ? തന്നിരിക്കുന്നത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ ഈസ് ഇൻഡ് ആക്കി. ഈസ് ഇൻ ഹി. ഇനി സപ്പോസ് നമുക്ക് തരുന്നത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ജീവൻ ഈസ് നോട്ട് ആൻ LD ക്ലർക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും ആഡ് ചെയ്യാം? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ഇവിടെ ഈസ് ഹി എന്ന് ചോദിച്ചാൽ മതി. ക്ലിയർ ആണോ പറഞ്ഞത്? ജീവൻ ഈസ് ആൻ LD ക്ലർക്ക് എന്ന് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരണം? ഈസ് ഇൻ ഹി എന്ന് വരണം. ജീവൻ ഈസ് നോട്ട് ആൻ LD ക്ലർക്ക് എന്നാണ് നമ്മുടെ ചോദ്യം എന്നുണ്ടെങ്കിൽ, നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ഈസ് ഹി എന്നായിരിക്കണം. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഈസോ വാസോ ആറോ അതിന്റെ ഒക്കെ കൂടെ നോട്ട് എന്നുള്ള ഒരു ടേം ചേർന്നുണ്ടോ നോക്കാം. നോട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് എക്സസൈസസ് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ചോദ്യം എഴുതി കാണിക്കുന്നുണ്ട്, മേരി ഈസ് റിച്ച്. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും വരാം? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിലേത് ഓപ്ഷൻ ആണെന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. ബി. ഓക്കെ, എല്ലാവരും ബി ഉത്തരാണ് കമന്റ് ചെയ്തേക്കണേ. നമുക്ക് നോക്കാം. മേരി ഈസ് റിച്ച്. ഇവിടെ ഈസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ഈസ് വെച്ച് തുടങ്ങണം. മേരി ഈസ് റിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മേരി റിച്ച് ആണ്. റിച്ച് അല്ലേ എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിക്കണം. അല്ലേ, നെഗറ്റീവ് ആണ് ചേർക്കേണ്ടത് അല്ലെ. അപ്പൊ ഇപ്പോഴും എന്താണ് വരിക?
ഈസ് ഇൻഡ് ആണ് വരിക. ഇനി മേരി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് ഇവിടെ ഷീ എന്നാണ് നമ്മുടെ സബ്ജക്റ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചോദ്യം എന്ത് വരും? ഈസ് ഇൻ ഷീ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഏകദേശം എല്ലാവർക്കും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഇടണ്ടേ എന്നൊരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ താഴെയുള്ള ക്വസ്റ്റ്യൻ ചെയ്തോളൂ. യു ആർ എ നൈസ് ഗേൾ. ആൻസർ എന്താ വരാ? ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ ഏത് ഓപ്ഷനാന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ. എ, ഓക്കെ, ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും എ ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. യു ആർ എ നൈസ് ഗേൾ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ആർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യു ആർ എ നൈസ് ഗേൾ അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യത്തിൽ അത് നെഗറ്റീവ് ആയിട്ട് വേണം ചോദിക്കാൻ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ആർ ഇൻ യു അല്ലെ? യു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, അതുകൊണ്ട് യു തന്നെ നമ്മൾ ഡയറക്റ്റ് ഉപയോഗിച്ചു. ആർ യു അല്ല ചോദിക്കുക. കാരണം എന്താ? യു ആർ നോട്ട് എ നൈസ് ഗേൾ എന്നല്ല ചോദ്യം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യു ആർ എ നൈസ് ഗേൾ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഉത്തരം എന്താ വരാ? ആർ ഇൻ യു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരാം. ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ബാഗ്സ് ആർ ഓൺ ദ ടേബിൾ. എ. ഒരാളുടെ ഉത്തരം വന്നോളൂ. 2, 3, 4. ഓക്കെ, എല്ലാവർക്കും ഉത്തരം എ ആണ് കിട്ടുന്നത് അല്ലെ? ബാഗ്സ് ആർ ഓൺ ദ ടേബിൾ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണ്? ആർ വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓൺ ദ ടേബിൾ, ബാഗുകൾ മേശയുടെ മുകളിലാണ്. അപ്പോൾ നമ്മളിവിടെ ചോദിക്കേണ്ടത് അല്ലേ എന്നുള്ള രീതിയിലാണ്. അപ്പൊ നെഗറ്റീവ് ചോദിക്കണം. ആർ ഇൻ ദേ, അതാണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ആർ ഇൻ ദേ കറക്റ്റ് ആണ് എല്ലാവരും പറഞ്ഞത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. പെട്ടെന്ന് കിട്ടും. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ബി. ഓക്കെ, ഒരാൾ ഉത്തരം കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഷീ ഈസ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈസ് വെച്ചിട്ടാണ്. ഈ സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ അല്ലെ? അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ നെഗറ്റീവ് ആയിട്ട് വേണം ചോദിക്കാൻ. ഈസ് ഇൻ ഇറ്റ് ചോദിക്കോ? ഈസ് ഇൻ ഷീ ചോദിക്കോ? സബ്ജക്റ്റ് ഇവിടെ ഷീ ആണ്. സോ നമുക്ക് ഇവിടെ എന്ത് തന്നെ ഉപയോഗിക്കാം? ഷീ തന്നെ ഉപയോഗിക്കാം. അപ്പൊ ഈസ് ഇൻ ഷീ, ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ടുമാറോ ഇസ് എ ഹോളിഡേ. ക്വസ്റ്റ്യൻ ടാഗ് എന്താ വരാ? ബി. ഓക്കെ, എല്ലാവരും ഉത്തരം ബി ആണ് പറയുന്നത്. നോക്കാം. ടുമാറോ ഈസ് എ ഹോളിഡേ. ഇവിടെ ഈസ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണല്ലോ. ഈ സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണല്ലോ. കാരണം ഇതിന്റെ ഉള്ളിൽ നോട്ട് എന്നൊരു സാധനം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ എന്താ ആഡ് ചെയ്യണം? നോട്ട് ആഡ് ചെയ്യണം. അപ്പൊ ഈസും നോട്ടും കൂടി ചേരുമ്പോൾ ഈസ് ഇൻ ഇറ്റ്. ആൻസർ വരുന്നത് ബി ആണ്. അപ്പൊ എല്ലാവർക്കും ഇത് എങ്ങനെ ചെയ്യണമെന്നൊരു ധാരണയായെന്ന് വിചാരിക്കണം. ഇനി ഒരു 2-3 ക്വസ്റ്റ്യൻ കൂടി ഇതിനോട് സിമിലർ ആയിട്ടുള്ളതുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേ ആർ ഓൾവേസ് ലേറ്റ്. എന്തായിരിക്കും അതിന്റെ ഉത്തരം വരാം? ദേ ആർ ഓൾവേസ് ലേറ്റ്. ഓക്കെ, ബി വന്നു ഒരാളുടെ ഉത്തരം. ഒരാൾ സി പറയുന്നുണ്ട്. ബി. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താ വരാ? ദേ ആർ ഓൾവേസ് ലേറ്റ്. ആർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ എന്താ വരുള്ളൂ? രണ്ടാമത്തെ ഓപ്ഷൻ, ആർ ഇൻ ദേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൂടി ചെയ്തോളൂ. ഇറ്റ് വാസ് ആൻ ഓൾഡ് കാർ. അതൊരു പഴയ കാറാണ്. ഓ, ചോദ്യം ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇറ്റ് വാസ് ഇൻ ആൻ ഓൾഡ് കാർ. ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്ത് വന്നിട്ടുണ്ട്? നോട്ട് വന്നിട്ടുണ്ട്.
ഉത്തരം എന്താ വരാ? യെസ്, ബി ആണ് വരാ. കാരണം എന്താ? ഇവിടെ നമ്മൾ ചോദ്യം പാസ്റ്റ് ടെൻസിലാണ്, വാസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. അതുകൊണ്ട് ഓക്കെ, വാസ്, വാസ് ഇൻഡ്. ഇവിടെ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം പോസിറ്റീവ് ആയിരിക്കണം, വാസ് ഇറ്റ്. ദെൻ ജിഷ കെയിം യെസ്റ്റർഡേ. ജിഷ കെയിം യെസ്റ്റർഡേ. കെയിം എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിൽ ഇവിടെ ഏതാണ് വരാൻ നോക്കുക? ഡിഡിന്റെ ആണോ, ഡെസിന്റെ ആണോ, വോണ്ട് ആണോ, വില്ലാണോ? ഓക്കെ, ഡിഡിന്റെ ആണ് വരുന്നത് അല്ലെ. ജിഷ കെയിം യെസ്റ്റർഡേ, അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കേണ്ടത് നെഗറ്റീവ് ആയിട്ടുള്ള ടാഗ് ആണ് ഡിഡിൻ ഷീ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? ടാഗ് പോസിറ്റീവ് ആണെന്ന് ആയിട്ട് ഉപയോഗിക്കണം. ഇവിടെ ഒരു ചോദ്യം തന്നിട്ട് നോക്കൂ. ഹി ഡസൻറ്റ് ലൈക്ക് ജിയോഗ്രഫി. ഉത്തരം എന്തായിരിക്കും വരാം? യെസ്, ഡസ് ഹി. അവന് ജിയോഗ്രഫി ഇഷ്ടമല്ല. നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ടാഗ് എന്താണ്? ഡസ് ഹി. ഇനി അവനെ ഞാൻ ഇഷ്ടമാണോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വരുന്നത്, അതിൽ വരുന്ന ഒന്ന് രണ്ട് ടേംസ് ആണ് പറയുന്നത്. ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കെയർലി, rarely, barely, seldom, no one, nobody, none, nothing, never, neither, nor. ഇങ്ങനെയുള്ള ടേംസ് ആണ് നമ്മുടെ സെന്റൻസിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നോട്ട് ചേർക്കാൻ പാടില്ല. കാരണം ഈ പദങ്ങളെ ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കെയർലി, ഈ പദങ്ങളെയൊക്കെ ഓൾറെഡി നെഗറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിൽ ടാഗ് ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പോസിറ്റീവ് ടാഗ് വേണം ആഡ് ചെയ്യാൻ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം റെഡ് കളറിൽ തന്നിരിക്കുന്നത്, നോട്ട് ചേർക്കരുത്. ഓക്കെ, ഒരു ചോദ്യം തന്നിരിക്കുന്നു നോക്കൂ. ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസന്റ്. ഫ്യൂ എന്ന് പറഞ്ഞാൽ തന്നെ നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ്? ആർ ദേ, ആർ ദേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞോളൂ. ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്. ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്. യെസ്, ഹാസ് വെച്ചിട്ടാണ് ബിഗിൻ ചെയ്യേണ്ടത്. ആൻസർ എന്താ വരാ? ഹാസ് ഇറ്റ്. കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. ഓക്കെ, ആൻസർ വരെ എന്താണ്? ന്യൂ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ. നോയുടെ പാസ്റ്റ് V2 വേർഷൻ ആണ് ന്യൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പാസ്റ്റ് ടെൻസിക്ക് അത് എടുക്കണം. അപ്പൊ ഡിഡ് ആണ് വരേണ്ടത്. ഡിഡിന്റ് ദേ വരോ, ഡിഡ് ദേ വരോ എന്നുള്ളത് ആലോചിച്ചാൽ മതി. ഫ്യൂ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ ഡിഡ് ദേ ആണ് ചൂസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. നെയ്തർ ഓഫ് ദം ഇസ് ഹാർഡ് വർക്കിംഗ്. നെയ്തർ ഓഫ് ദം ഇസ് ഹാർഡ് വർക്കിംഗ്. Neither of them is hardworking. Are they? ഓക്കെ, എല്ലാവരും ആൻസർ കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ആർ ദേ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. നൈദർ ഓഫ് ദം. ദം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടല്ലോ. സോ നമ്മൾ ഇവിടെ എൻഡ് ചെയ്യേണ്ടത് ദേ വെച്ചിട്ടാണ്. ഓക്കെ, ആർ ദേ. ദെൻ നൺ ഓഫ് ദം അറൈവ്ഡ് ഇൻ ടൈം. അടുത്ത ക്വസ്റ്റ്യൻ. None of them arrived in time. ഓക്കെ, നൺ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ടേം ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. സോ ടാഗ് നമ്മൾ പോസിറ്റീവ് ആണ് എടുക്കേണ്ടത്. സോ ഏതവരാണ്? ഡിഡ് ദേ ആണ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പൂർ പീപ്പിൾ ഹാർഡ്ലി ഗെറ്റ് ലോൺ ഫ്രം നാഷണലൈസ്ഡ് ബാങ്ക്സ്. ഏതായിരിക്കും എന്റെ ആൻസർ വരാം? ഹാർഡ്ലി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്.
ഹാർഡ്ലി എന്ന ടേം. അതുകൊണ്ട് ഏതായിരിക്കും വരേണ്ടത്? ഓക്കെ, ഡിഡ് ദേ റൈറ്റ് ആൻസർ ആണ്. ഡി ആണ് റൈറ്റ് ആൻസർ. ഒരു ഇതെല്ലാവരും കറക്റ്റ് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി സപ്പോസ് നമ്മുടെ സെന്റൻസിൽ എ ഫ്യൂ, എ ലിറ്റിൽ ഇങ്ങനെയാണ് സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന ടേം എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേംസ് പോസിറ്റീവ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ടാഗ് ആയിരിക്കണം. നമ്മൾ ഓൾറെഡി കുറച്ച് മുമ്പത്തേൽ ഫ്യൂ ലിറ്റിൽ കണ്ടു. ഇത് അതിന്റെ ഫ്രണ്ടിൽ ഒരു എ ചേർന്നിട്ടുണ്ട് കേട്ടോ. എ ഫ്യൂ, എ ലിറ്റിൽ. വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ നോക്കൂ, ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് നോക്കാം. എ ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസന്റ്. നമ്മളിവിടെ ചേർത്തിരിക്കുന്ന ടേം എന്താണ്? ആർ ഇൻഡ് ദേ. ഇവിടെ ആർ ഇൻഡ് നെഗറ്റീവ് ആക്കിയത് എന്തുകൊണ്ടാണ്? ഈ എടുത്തിരിക്കുന്നത് എ ഫ്യൂ എന്നുള്ള ഈ ഒരു ടേം കാരണമാണ് ഇവിടെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ടാഗ് ചേർക്കാൻ കാരണം എ ഫ്യൂ എന്നുള്ളത് വളരെ കുറച്ചെങ്കിലും ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കപ്പെടുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതിക്കോളൂ. എ ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്. ആൻസർ വരുന്നത് ഹാസ് ബീൻ മെയ്ഡ് അല്ലെ? അപ്പൊ ഹാസ് വെച്ചിട്ടാണ് ബിഗിൻ ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആക്കണം. സോ ആൻസർ ഏതാ വരാ? ഹാസിൻഡ്, ഹാസിൻഡ് ഇറ്റ്. ഓക്കെ, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഒരു ഡൗട്ട് ഉണ്ടെന്നൊരു മെസ്സേജ് കണ്ടു. എന്താണെന്നൊന്ന് ടെക്സ്റ്റ് ചെയ്യാമോ? ബാക്കിയുള്ളവര് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിക്കോളൂ കേട്ടോ. ഇതിന് ആൻസർ വരുന്നത് എ ഫ്യൂ പീപ്പിൾ അറ്റൻഡഡ് ദ മീറ്റിംഗ്. അറ്റൻഡഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ പാസ്റ്റ് ടെൻസിൽ ഡു അല്ല ഉപയോഗിക്കേണ്ടത്, ഡിഡ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അത് കറക്റ്റ് ആണ്. എ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആണ്. നമ്മൾ ഉപയോഗിക്കേണ്ടത് നെഗറ്റീവ് ടാഗ് ആണ്. സോ ഇവിടെ ഡിഡിന്റെ ആണ് വരിക. ഓക്കെ, കമ്മിങ് ടു ഡൗട്ട് വന്ന ചോദ്യം. ഇതല്ലേ? പുവർ പീപ്പിൾ ഹാർഡ്ലി ഗെറ്റ് ലോൺ ഫ്രം നാഷണലൈസ്ഡ് ബാങ്ക്സ്. ഇവിടുത്തെ ചോദ്യം നമ്മൾ മാർക്ക് ചെയ്ത ഉത്തരം തെറ്റായിരുന്നു അല്ലെ? പുവർ പീപ്പിൾ ഹാർഡ്ലി ഗെറ്റ് ലോൺസ് ഫ്രം നാഷണലൈസ്ഡ് ബാങ്ക്. ഇവിടെ ഗെറ്റ് എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആണ്. സോ ഇവിടെ ഡിഡ് അല്ല എടുക്കേണ്ടത്. കറക്റ്റ് ആണ് കേട്ടോ. നെഹയുടെ ഡൗട്ട് കറക്റ്റ് ആയിരുന്നു. നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? ഡു ദേ ആണ് എടുക്കേണ്ടത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആരെങ്കിലും തെറ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ നേഹ? ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് കിടക്കാണ്. ഐ ആം എന്ന് തുടങ്ങുന്ന പോസിറ്റീവ് സെന്റൻസുകളുടെ ടാഗ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആമിന്റെ ഐ എന്നല്ല. പകരം ഉപയോഗിക്കേണ്ടത് എന്താണ്? ആർ ഇൻഡ് ഐ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഐ ആം വെച്ച് ബിഗിൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അത് പോസിറ്റീവ് സെന്റൻസിൽ മാത്രമേ ഈ ഒരു കറക്ഷൻ വരുന്നുള്ളൂ കേട്ടോ. ഐ ആം എ സ്റ്റുഡന്റ്. ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ആർ ഇൻഡ് ഐ, അവിടെ ഉപയോഗിക്കേണ്ട ടാഗ് എന്താണ്? ആർ ഇൻഡ് ഐ എന്നാണ്. ക്ലിയർ ആണോ? അത് ഈ ഐ ആം എന്ന് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള പോസിറ്റീവ് സെന്റൻസിൽ മാത്രം ശ്രദ്ധിക്കേണ്ടതാണ്. എക്സസൈസുകൾ ചെയ്ത് നോക്കാം. ഐ ആം ഇൻഡീഡ് ലക്കി. ഏതായിരിക്കും ആൻസർ? ഇതിൽ നമുക്ക് അങ്ങനെ അധികം ചിന്തിക്കാനില്ല. ആർ ഇൻ ഐ അല്ലെ? ഞാൻ ലക്കിയാണ്. അതെ, ലക്കിയാണ്. ഐ ആം ഇൻഡീഡ് ലക്കി, ആർ ഇൻ ഐ. ഓക്കെ, അടുത്ത നോക്കൂ.
ഐ ആം ലേറ്റ്, ടാഗ് ഏത് തന്നെയായിരിക്കും വരാ? ആമൈ ആണോ, ആമിൻ്റെ ഐ ആണോ, ആറിൻ്റെ ഐ ആണോ, ഡു ഐ ആണോ? ഓക്കെ, ആറിൻ്റെ ഐ. ഈ ഐ ആം വെച്ച് സ്റ്റാർട്ട് ചെയ്ത് എന്ത് വന്നു കഴിഞ്ഞാലും ഒറ്റ ഉത്തരേ വരുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് എഴുതാൻ കുറച്ച് എളുപ്പമുണ്ടാവും. ഐ ആം പെയിൽ, ഡു ഐ, ആമിൻ്റെ ഐ, ആറിൻ്റെ ഐ, ആമൈ. ആൻസർ ഏതാണ്? ആറിൻ്റെ ഐ ആണ്. കഴിഞ്ഞ ദിവസം പഠിച്ച കോൺകോഡിനേക്കാളും കുറച്ചുകൂടി എളുപ്പമുണ്ടെന്ന് തോന്നുന്നു അല്ലെ ടാഗ് ചെയ്യാൻ? എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം തരുന്നുണ്ട്. ഓക്കെ, അടുത്ത നോക്കാം. ഐ ആം നോട്ട് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നെഗറ്റീവ് സെന്റൻസസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആം ഐ എന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഐ ആം നോട്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ടാഗ് എന്തായിരിക്കും വരേണ്ടത്? ആം ഐ എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ട ടാഗ്. ഐ ആം നോട്ട് എ സ്റ്റുഡൻറ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ടാഗ് എന്ത് വരും? ആം ഐ. ഓക്കെ, ഐ ആം നോട്ട് എന്നതുകൊണ്ടാണ് ബിഗിൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ഒന്ന് പറയൂ. ഐ ആം നോട്ട് ഹാപ്പി. ഐ ആം നോട്ട് ഹാപ്പി, ഉത്തരം ഏതായിരിക്കും? ആം ഐ അല്ലെ? സി ആണ് ആൻസർ വരാം. ഓക്കെ, അടുത്തത് ഐ ആം നോട്ട് മാരീഡ്. ഇതിന്റെ ഉത്തരം സി ആണ്. യെസ്, ആം ഐ. രണ്ടിന്റെയും ടാഗ് സെയിം ആയിട്ട് തന്നെ വരാം കേട്ടോ. ഇനി സപ്പോസ് തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ലാതിരിക്കാന്ന് വിചാരിക്കാം. നമ്മളിപ്പോ ഈസ്, വാസ്, വേറ്, ആറ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആണ് നമ്മൾ എടുത്തത് അല്ലെ? അങ്ങനെയുള്ള ഓക്സിലറി വെർബ്സ് നമുക്ക് ഡയറക്റ്റ് കിട്ടാതിരിക്കുന്ന ഒരു കേസാണെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് നോക്കിയേ. ഷീ സിങ്സ് വെൽ. ഇതില് നമുക്ക് ഡയറക്റ്റ് കിട്ടണില്ല ഓക്സിലറി വെർബ്. പകരം എന്തുണ്ട്? ഇവിടെ മെയിൻ വെർബിന്റെ കൂടെ നമ്മുടെ ഓക്സിലറി വെർബ് ചേർന്ന് വന്നിട്ടുണ്ട്, സിങ്സ് അല്ലെ? അപ്പൊ സിങ്ങിനെ സിങ്സ് ആക്കണമെങ്കിൽ അതിന്റെ കൂടെ ഏത് ഓക്സിലറി വെർബ് ആയിരിക്കും ചേർത്തിട്ടുണ്ടാവുക? ഡസ് ആയിരിക്കും ചേർത്തിട്ടുണ്ടാവുക. ചിലപ്പോൾ സിങ് മാത്രമായിരിക്കും ഉണ്ടാവുക. സിങ് മാത്രമാണെങ്കിൽ അവിടെ ചേർത്തിരിക്കുന്ന ഓക്സിലറി വെർബ് ഏതായിരിക്കും? ഡു ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ കൃത്യമായിട്ട് മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്തെടുക്കാൻ? നമുക്ക് വേണ്ട ഓക്സിലറി വെർബ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഇവിടെ കണ്ട ക്വസ്റ്റ്യനിൽ ഷീ സിങ്സ് വെൽ, അതിലെ സിങ്സ് എന്നുള്ളത് ഡെസ് ചേർത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ടാഗിൽ കറക്റ്റ് ആയിട്ട് അത് വരണം. കണ്ടോ? ഡെസിന്റെ ഷീ. ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ വന്നത് നെഗറ്റീവ് ആയത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് അവിടെ ഡയറക്റ്റ് തന്നിട്ടില്ല. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ചധികം ചോദ്യങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതിൽ ചെയ്യാം. ഓക്കെ, അടുത്ത് നോക്കൂ. സെന്റൻസിൽ രണ്ടോ അതിലധികമോ ഓക്സിലറി വെർബുകൾ വരാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കേണ്ടത് ആദ്യത്തെ ഓക്സിലറി വെർബാണ്. നോക്കി, ഒരു എക്സാമ്പിൾ എന്നൊക്കെ നോക്കി. ഷീ കുഡ് ഹാവ് ഗോൺ ദെയർ. കുഡിൻ ഷീ. ഇവിടെ കുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഷീ കുഡ് ഹാവ് ഗോൺ ദെയർ. നമ്മൾ ഏതാണ് ഓക്സിലറി വെർബായിട്ട് ചൂസ് ചെയ്യേണ്ടത്? ഫസ്റ്റത്തെയാണ് ചൂസ് ചെയ്യേണ്ടത്. ഇത് സെന്റൻസ് ഒരു പോസിറ്റീവ് ആയ സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ആഡ് ചെയ്തു? ടാഗ് ആയിട്ട് കുഡിൻറ്റ് നായിക്ക് ടാഗ് ആഡ് ചെയ്തു. ഒരു എക്സസൈസ് തന്നിട്ടുണ്ട്, നോക്കാം. ഹി ഷുഡ് ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് എന്താണ്? ടാഗ് ഇവിടെ ഓൾറെഡി ചോദ്യം തന്നിട്ടുണ്ടല്ലേ. ഓക്കെ, ഇവിടെ ഉപയോഗിക്കേണ്ട ടാഗ് എന്തായിരിക്കും? ഹി ഷുഡ് ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. ആൻസർ ഏതാ വരാം? ഇവിടെ ഫസ്റ്റത്തെ ഓക്സിലറി വെർബ് എടുക്കുക. അപ്പൊ ഷുഡ് ആണ് വരേണ്ടത്. ഹി ഷുഡ് ഹാവ് ഫിനിഷ്ഡ് ഇറ്റ് പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട ടാഗ് ഏതായിരിക്കും? നെഗറ്റീവ് ടാഗ് ആയിരിക്കും. അപ്പൊ ഷുഡിന്റെ ഹി. ഷുഡിന്റെ ഹി എന്നാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തിട്ട് വാട്സപ്പിലേക്ക് ഒന്നുകൂടി ഷെയർ ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യന്റെ ഉത്തരം പറയൂ. കാണാൻ പറ്റുന്നില്ലേ?
ഐ ഷുഡിൻ ഹാവ് ലോസ്റ്റ് മൈ ടെമ്പർ. ആൻസർ ഒരാളുടെ വന്നു, ബാക്കിയുള്ളവരുടെ കൂടി. സി സി ഇവിടെ ഫസ്റ്റത്തെ വെർബ് ഷുഡിൻ്റെ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ ആഡ് ചെയ്യേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് ആണ്. ടാഗിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഷുഡിനെയാണ്. അതുകൊണ്ട് തന്നെ ഷുഡ് ഐ എന്നാണ് നമ്മുടെ ടാഗ് വരേണ്ടത്. അപ്പോൾ ആൻസർ സി ആണ്. ഓക്കെ, ആരെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ കറക്ഷൻ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഹി ഷുഡ് സീ എ ഡോക്ടർ. ഹി ഷുഡ് സീ എ ഡോക്ടർ. ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? സി. യെസ്, സി ആണ്. ഇവിടെ ഷുഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷുഡ് ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ ടാഗ് ആഡ് ചെയ്യേണ്ടത് നെഗറ്റീവ് ആണ്. സോ ഷുഡിന്റ് ഹി. യെസ്, കറക്റ്റ് ആൻസർ ആണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ഇനി പ്രോനൗൺസ് മാത്രമേ ക്വസ്റ്റ്യൻ ടാഗിൽ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ, എവരിബഡി, എവരിവൺ, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, നോബഡി, നോവൺ, നൺ, നൈദർ, ഐദർ, ഈച്ച്, ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മുടെ സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ടാഗ് എടുക്കുമ്പോൾ അത് എന്താക്കി മാറ്റണം? ദേ എന്നാക്കി മാറ്റണം. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് ഇപ്പൊ പറഞ്ഞതിൽ ഏത് വന്നു കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ്? ദേ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ടാഗിൽ വരേണ്ടത്. നോബഡി ഫോണ്ട് വൈൽ ഐ വാസ് എവേ. ഞാൻ ദൂരെ ആയിരിക്കുന്ന സമയത്ത് എന്നെ ആരും വിളിച്ചില്ലല്ലോ, ഫോണിൽ വിളിച്ചില്ലല്ലോ, അതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉപയോഗിക്കേണ്ട ടാഗ് എന്തായിരിക്കും? നോബഡി ആണ് നമ്മുടെ സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്താ വരേണ്ടത്? സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. സോ ഓഫ് കോഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത് നെഗറ്റീവ് ടാഗ് ആണ്. അപ്പൊ ആൻസർ എന്ത് വരും? ഡിഡിന്റ് ദേ. ഓക്കെ, കറക്റ്റ് ആണ്. അടുത്തത് നോക്കാം. എവരിബഡി വാണ്ടഡ് ടു സ്റ്റേ ലോങ്ങർ. ആൻസർ എന്തായിരിക്കും വരാ? എവരിബഡി വാണ്ടഡ് ടു സ്റ്റേ ലോങ്ങർ. ഓക്കെ, ഇവിടെ വാണ്ടഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നത്. അപ്പൊ ഡിഡ് ആണ് വരേണ്ടത്. അപ്പൊ ഡിഡ് ദേ വരോ, ഡിഡിന്റെ ദേ വരോ എന്ന് നോക്കിയാൽ മതി. എവരിബഡി ആയതുകൊണ്ടാണ് ഇവിടെ ദേ എന്ന് പറയുന്ന സബ്ജക്ട് നമ്മൾ എടുക്കുന്നത്. സെന്റൻസ് പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇത് രണ്ടും പരിഗണിക്കുമ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് വരിക? ആൻസർ എ ആണ് വരുന്നത്. യെസ്, കറക്റ്റ് ആണ്. ഇനി നമ്മൾ എടുക്കുന്ന സെന്റൻസിൽ ദിസ്, ദാറ്റ്, ലിറ്റിൽ, എ ലിറ്റിൽ, ഇൻഫന്റ്, ചൈൽഡ്, ഇങ്ങനെയുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ടാഗിൽ സബ്ജക്റ്റ് എന്താക്കി മാറ്റണം? ഇവിടെ ഇറ്റ് എന്നാക്കി മാറ്റണം. അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. ഇൻഫന്റ് വന്നു കഴിഞ്ഞാലും ചൈൽഡ് വന്നു കഴിഞ്ഞാലും എ ലിറ്റിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇറ്റ് ആണ്. എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്നു, നോക്കൂ. ദിസ് ഇസ് എ ഹാറ്റ്, ഈസ് ഇൻ ഇറ്റ്. കണ്ടോ, അവിടെ ഹാറ്റ് ആണ് സബ്ജക്റ്റ്, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് ഇറ്റ് ആണ്. ഓക്കെ, സെന്റൻസിൽ ദെയർ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗിലും ദെയർ എന്ന് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സബ്ജക്റ്റ് ദെയർ ആയിട്ട് വരുന്ന കേസ് കേട്ടോ. ഇവിടെ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. ദെയർ ആർ 44 റിവേഴ്സ് ഇൻ കേരള. കേരളത്തിൽ 44 നദികളുണ്ട്. ഓക്കെ, അപ്പൊ ആർ ഇൻഡ് ദെയർ ടാഗ് ആഡ് ചെയ്തിരിക്കുന്നതിലെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിക്കുക. ആർ ഇൻഡ് ദെയർ, ഈ ആർ എന്നുള്ളത് എവിടെ നിന്ന് എടുത്ത്? ഇവിടുത്തെ ഓക്സിലറി വെർബിൽ നിന്നാണ് എടുത്തത്. സെന്റൻസ് പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മളത് ആർ ഇൻഡ് ആക്കി. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത്. ദെയർ എന്നുള്ളതാണ് ഇവിടെയും സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ദെയർ വെച്ച് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന സെന്റൻസുകളിൽ ടാഗ് ഉപയോഗിക്കുമ്പോൾ എന്ത് തന്നെ ഉപയോഗിക്കണം? ദെയർ തന്നെ ഉപയോഗിക്കണം. അതുപോലെ സപ്പോസ് ഇപ്പോൾ ഒരു സെന്റൻസിൽ വൺ എന്നുള്ളത് സബ്ജക്റ്റ് ആയിട്ട് വരാൻ വിചാരിക്കുക. വൺ, അപ്പോ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ എൻഡ് ചെയ്യേണ്ടതും എന്ത് തന്നെയായിരിക്കണം? വൺ വെച്ച് തന്നെയായിരിക്കണം. ഓക്കെ, വൺ ഷുഡ് കം ഹിയർ, വൺ ഷുഡ് കം ഹിയർ. അപ്പൊ നമ്മൾ ഷുഡ് എന്നുള്ളത് ഓക്സിലറി വെർബ് വെച്ച് തുടങ്ങി. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഷുഡിന്റ്. ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്ട് ഏതാണ്? വൺ ആണ്. കണ്ടോ,
അപ്പൊ ഇവിടെ 1 ആണ് സബ്ജക്റ്റ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ടാഗിലുള്ള സബ്ജക്റ്റും എന്ത് തന്നെയായിരിക്കണം? 1 തന്നെയായിരിക്കണം. ഇനി അടുത്തത് ഒരു സിമ്പിൾ ഇമ്പരേറ്റീവ് സെന്റൻസ്, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എന്ത് തന്നെ വരണം? വിൽ യു എന്ന് തന്നെ വരണം. ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ്സ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇമ്പരേറ്റീവ് സെന്റൻസ് അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്ത് തന്നെ ഉപയോഗിക്കണം? വിൽ യു എന്നുള്ളത് തന്നെ ഉപയോഗിക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. റൈറ്റ് ലെജിബ്ലി, വൃത്തിയായിട്ട് എഴുതൂ. നമ്മൾ അതിന്റെ കൂടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടാഗ് ഉപയോഗിച്ചിരിക്കുന്നത് എന്താന്ന് നോക്കൂ, വിൽ യു. അങ്ങനെയാണെങ്കിൽ ഹാവ് അനദർ കപ്പ് ഓഫ് ടീ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് എന്തായിരിക്കും? ആൻസർ പറട്ടെ. ആൻസർ ബി, ഹാവ് യു. എ, വിൽ യു. ഉറപ്പിച്ചോളൂ, ഏതെങ്കിലും ഒരെണ്ണം. ബാക്കിയുള്ളവർക്ക് ഇനി മെസ്സേജ് അയക്കാനുണ്ടോ? റിപ്ലൈ വരാനുണ്ടോ ഇനിയും? ഓക്കെ, നമ്മളിപ്പോ തന്നെ പറഞ്ഞത് എന്താണ്? സെന്റൻസ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും വിൽ യു എന്നാണ് ഉപയോഗിക്കുന്നത്. ഹാവ് അനദർ കപ്പ് ഓഫ് ടീ, അപ്പൊ ഇത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഏത് ടാഗ് ഉപയോഗിക്കുള്ളൂ? വിൽ യു എന്നുള്ള ടാഗ് ആണ് ഉപയോഗിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ആൻസർ എ ആണ്. ഇനി താഴെ തന്നിരിക്കുന്ന ഇമ്പറേറ്റീവ് സെന്റൻസിൽ കുറച്ച് അർജൻസി എന്തെങ്കിലും കാണിക്കുന്ന ടേംസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ടാഗ് എന്തായിരിക്കും? വോണ്ട് യു എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ അതിന് എക്സാമ്പിൾ തന്നിരിക്കുന്നത് നോക്കാം. ബി കെയർഫുൾ വൈൽ യു ആർ ഡ്രൈവിംഗ്, ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ. വോണ്ട് യു എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ്. കണ്ടോ? അപ്പൊ അതൊരു അർജൻസീനെ ഡിനോട്ട് ചെയ്യുന്നതായതുകൊണ്ടാണ് നമ്മൾ അവിടെ വിൽ യു എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കിയത്? വോണ്ട് യു എന്നുള്ളതാക്കിയത്. അപ്പൊ ഇമ്പരേറ്റീവ് സെന്റൻസിൽ 2 ടൈപ്പാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അടുത്തത്, ഇനി ഇമ്പരേറ്റീവ് സെന്റൻസസിൽ എന്തെങ്കിലും ഇംപേഷ്യൻസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കണേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തനിക്ക് വായടച്ചൊന്നിരുന്നൂടെ? അപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ടാഗ് എന്താന്ന് നോക്കിയേ, കാണ്ട് യു എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ്. നോക്കിയേ, ഷട്ട് യുവർ മൗത്ത്, ഷട്ട് യുവർ മൗത്ത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? കാണ്ട് യു, വായടച്ചിരുന്നൂടെ നമ്മൾ ചോദിക്കില്ലേ, കാണ്ട് യു. കണ്ടോ? അപ്പൊ ഇവിടെ ടാഗ് ഉപയോഗിക്കുമ്പോൾ മൂന്നാമതൊരു പ്രത്യേകതയാണ് വന്നിരിക്കുന്നത് കേട്ടോ. 3 കേസ് നമ്മളിവിടെ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? സാധാരണ ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? വിൽ യു എന്നുള്ളതാണ് ഉപയോഗിക്കുക. ഈ തന്നിരിക്കുന്ന ഇമ്പരേറ്റീവ് സെന്റൻസ് എന്തെങ്കിലും അർജൻസീനാണ് ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ടാഗ് വോണ്ട് യു ആണ്. ഇനി ഇമ്പരേറ്റീവ് സെന്റൻസ് ഇംപേഷ്യൻസിനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷമയില്ലാണ്ട് ഗതികെട്ട് പറയുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് എന്താണ്? കാണ്ട് യു എന്നുള്ളതാണ്. ഇനി അടുത്തൊരു സെന്റൻസിനെ കുറിച്ച് നോക്കാം കേട്ടോ. ലെറ്റസ്, ലെറ്റ്സ് എന്നൊക്കെ തുടങ്ങുന്ന സെന്റൻസിലെ ക്വസ്റ്റ്യൻ ടാഗ് ഷാൽ വി ആയിരിക്കും. ഷാൽ വി എന്ത് വെച്ച് തുടങ്ങുന്നതാണ്? ലെറ്റസ് വെച്ച് തുടങ്ങുന്ന ടാഗുകളുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ലെറ്റസ് വെച്ച് തുടങ്ങുന്ന സെന്റൻസുകളിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ടാഗ് ഏതായിരിക്കും? ഷാൽ വി എന്നുള്ളതായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ. ലെറ്റസ് ഗോ ഫോർ എ വാക്ക്, നമുക്കൊന്ന് നടക്കാൻ പോവാം. ഷാൽ വി. കണ്ടോ? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടാഗ് ഏതാണ്? ഷാൽ വി. ഇനി സപ്പോസ് നമ്മൾ എന്തെങ്കിലും പെർമിഷൻ ചോദിക്കുകയാണ്, ഇപ്പൊ ലെറ്റ് മീ യൂസ് യുവർ പെൻ, അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് വിൽ യു എന്നായിരിക്കും. ലെറ്റ് മീ യൂസ് യുവർ പെൻ, വിൽ യു. ഇവിടെ ഒരു എക്സസൈസ് വന്നിട്ടുണ്ട്, ഒന്ന് നോക്കൂ. ലെറ്റ്സ് മീറ്റ് ഹിം, എന്തായിരിക്കും ഇതിന് ടാഗ് വരാം? let us meet him. ഉത്തരങ്ങൾ സ്ലോ ആയില്ലോ. ഇവിടെ നമ്മള് ലെറ്റ് വെച്ച് തുടങ്ങുമ്പോ എങ്ങനെ വരുന്ന പറഞ്ഞേ? ഇതിവിടെ ഉണ്ട്. ലെറ്റസ് എന്ന് തുടങ്ങുന്ന സെന്റൻസിൽ സാധാരണ എപ്പോഴും ടാഗ് എന്താ വരാ? ഷാൽ വി. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ? ആൻസർ ഡി ആണ് വരാ. ഓക്കെ,
റൈറ്റ് ആൻസർ. ശരി, അപ്പൊ നമ്മള് ടാഗുകളെ കുറിച്ച് ഏകദേശം പഠിച്ചെത്തി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് താഴെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ സെന്റൻസിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗേറ്റ് കീപ്പർ വുഡ് നോട്ട് ലെറ്റ് ദം ഇൻ. എന്തായിരിക്കും ആൻസർ വരാം? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ഇവിടെ വന്നിരിക്കുന്ന ഉത്തരങ്ങളൊക്കെ ഡി ആണ്. ദ ഗേറ്റ് കീപ്പർ വുഡ് നോട്ട് ലെറ്റ് ദം ഇൻ. വുഡ് നോട്ട്. അപ്പൊ നമ്മൾ ചോദിക്കേണ്ടത് ഷാൽഹി ആണോ വരാ? ആൻസർ വുഡ് ഹി ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഉത്തരങ്ങള് ഡി തന്നെയാണ് എല്ലാവരും ഉറച്ചിരിക്കണേ. ഇതിന് ആൻസർ വരെ എന്തായിരിക്കും? ഇവിടെ വുഡ് ആണ് ചോദിച്ചിരിക്കുന്നത്, വുഡ് നോട്ട്. അതുകൊണ്ട് തന്നെ ടാഗ് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. വുഡ് ഹി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, കുറച്ച് പേർക്ക് എയും സിയും ഒക്കെ മാറി മാറി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വേറെ ഉത്തരങ്ങൾ സെലക്ട് ചെയ്തതെന്ന് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ചാറ്റ് ബോക്സിലൊന്നും വരുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. They will not come here tomorrow. They will not come here tomorrow. സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ആണ്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ട ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇവിടുത്തെ ഓക്സിലറി വെർബ് വില്ലാണ്. ഓക്കെ, ഒന്ന് രണ്ട് പേരുടെ ഉത്തരം വന്നിട്ടുണ്ട്. ഇവിടെ ആൻസർ എന്തായിരിക്കും വരാ? യെസ്, വിൽ ദേ ആണ് ആൻസർ വരാ. എങ്ങനെയാണ് വന്നതെന്ന് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, യു ക്യാൻ ഹാവ് അനദർ കപ്പ്. യു ക്യാൻ ഹാവ് അനദർ കപ്പ്. ഇവിടെ യു ക്യാൻ ഹാവ്, ക്യാൻ ആണ് നമ്മുടെ ഓക്സിലറി വെർബായിട്ട് വരുന്നത്. സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്.
കുറച്ചു പേർക്ക് സി ആണ് ഉത്തരം വന്നിരിക്കുന്നത് അല്ലെ? യു ക്യാൻ ഹാവ്. ആൻസർ വരുന്നത് എ ആണ് കേട്ടോ. ഓക്കെ, ക്യാൻ എന്നുള്ളതാണ് നമ്മുടെ ഓക്സിലറി വെർബ്. അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടത്, ടാഗിൽ എടുക്കേണ്ടത് ക്യാൻ തന്നെയായിരിക്കണം. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എടുക്കുക ക്യാൻ നോട്ട്. അപ്പൊ കാണ്ടായി. ഇവിടെ സബ്ജക്റ്റ് യു ആണ്. സോ അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഉത്തരം വരാം കാണ്ട് യു. ഓക്കെ, അടുത്ത് നോക്കൂ. They didn't work hard. Sorry, they don't work hard. Don't ആണ് ഇവിടുത്തെ സെന്റൻസിൽ വന്നിരിക്കുന്നത്. സെന്റൻസ് അപ്പൊ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആണ്. നമ്മൾ പോസിറ്റീവ് ടാഗ് ആണ് ഇപ്പൊ എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഡു വെച്ചിട്ടാണ്. ഡു. സബ്ജക്റ്റ് ഏതാണ് വരാ? ദേ ആണ് വരാ. സോ ആൻസർ ഡു ദേ. കുറച്ച് പേരൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് everyone cheered the winner. Everyone cheered the winner. cheered എന്നുള്ളത് ഏത് ടെൻസ് ആണെന്ന് ആലോചിക്കുക. everyone വരുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് ഏതാക്കണം എന്ന് ആലോചിക്കുക. ആൻസർ ബിയും ഡിയും ഒക്കെ മാറി മറിഞ്ഞ് വരുന്നുണ്ട്. മെജോറിറ്റി ബി ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് അല്ലെ? എവരി വൺ. അതുകൊണ്ട് തന്നെ നമ്മൾ എൻഡ് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണ്? ദേ വെച്ചിട്ടാണ്. ചിയേർഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലാണ്. സോ ഡിഡ് ആണ് പോകേണ്ടത് അല്ലെ? സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. സോ നമ്മുടെ ടാഗ് എന്ത് വരണം? നെഗറ്റീവ് വരണം. ഇതൊക്കെ ചേർന്ന് വരുന്നത് ഏതേ ഉള്ളൂ? ഡിഡിന്റ് ദേ. അപ്പൊ ആൻസർ വരുന്നത് ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നൺ ഓഫ് us knew the way. നൺ ഓഫ് us knew the way. ന്യൂ എന്നുള്ളത് ഏത് ടെൻസ് ആണെന്ന് ആലോചിക്കുക. നൺ വരുമ്പോ എന്താ ചെയ്യാൻ പറഞ്ഞത് എന്നുള്ളതൊന്ന് ആലോചിക്കുക. ഇവിടെ ബിയും സിയും അങ്ങോട്ട് മാറി മാറി കിടക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നൺ നെഗറ്റീവ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ എടുക്കേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് ആണ്. ന്യൂ എന്നുള്ളത് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടത് ഡിഡ് ആണ്. ഡിഡ് വി. അപ്പൊ ആൻസർ വരുന്നത് സി ആണ്. ഇത് മുമ്പത്തെ എക്സാമ്പിൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി യു ലൈക്ക് വെജിറ്റേറിയൻ ഫുഡ്. യു ലൈക്ക് വെജിറ്റേറിയൻ ഫുഡ്. ഉത്തരം ഏതാ വരാൻ പറഞ്ഞോളൂ. ബി, സി, യു ആണ് ഇവിടെ സബ്ജക്റ്റ് അല്ലെ? യു ലൈക്ക് വെജിറ്റേറിയൻ ഫുഡ്. ഇവിടെ ആൻസർ വരുന്നത് എ ആണ് കേട്ടോ. എ.
ഇവിടെ ABCDയിലെ എല്ലാ അക്ഷരങ്ങളും ഓടിപ്പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? ആ, ഇപ്പൊ നമ്മള് യു ലൈക്ക് വെജിറ്റേറിയൻ ഫുഡ്, ഡു യു, ഡു യു. ഓക്കെ, ഏഴിന് ആൻസർ ഞാൻ പറഞ്ഞത് ഏതന്നെയായിരുന്നു? എ ആയിരുന്നു, അല്ലേ? ശരിക്കും ഇത് നെഗറ്റീവ് ആയിട്ടാണ് ചോദിക്കേണ്ടത്, കറക്റ്റ് അല്ലേ? യു ലൈക്ക് വെജിറ്റേറിയൻ ഫുഡ്, അത് പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മുടെ ചോദ്യം നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഡു യു വരുമോ, ഡോണ്ട് യു വരുമോ? കുറച്ചുപേര് ആറിൻ്റെയും ഒക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആൻസർ ഡോണ്ട് യു ആണ്, അല്ലേ? ഡി അല്ലേ മെജോറിറ്റി ആൾക്കാരും പറഞ്ഞത്? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് കൂടി നോക്കിക്കോളൂ. ഹി സെൽഡം വിസിറ്റ്സ് ഹിസ് പാരൻസ്. സെൽഡം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കേട്ടാ, വല്ലപ്പോഴും ഒക്കെ, ആ ഒരു മീനിങ് കണ്ടാൽ മതി. ഹി സെൽഡം വിസിറ്റ്സ് ഹിസ് പാരൻസ്. ഇവിടെ നോക്കൂ, നമുക്കിവിടെ ഡയറക്റ്റ് എന്തില്ല, ഓക്സിലറി വെർബ് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. അപ്പൊ വിസിറ്റ്സ് എന്നുള്ളതിൽ നിന്ന് ഡസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സെൽഡം എന്നുള്ള വാക്ക് ഒരു നെഗറ്റീവ് ടെർമിനോളജിയാണ്, ഓക്കെ. അപ്പൊ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ടാഗ് പോസിറ്റീവ് ആയിരിക്കണമെങ്കിൽ ആൻസർ ഏത് വരണം എന്നൊന്ന് ആലോചിക്കൂ. ആൻസർ, യെസ്, അനീഷ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, എ ആണ് ആൻസർ വരിക. ഓക്കെ, ആ സെൽഡം എന്നുള്ള വാക്ക് നമ്മൾ തെറ്റിപ്പിക്കും കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. സെൽഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഹാർഡ്ലി എന്നുള്ള വാക്കൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തീരെ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പ്രയോഗിക്കപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആൻസർ എ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സച്ചിൻ ബാറ്റഡ് വെൽ. ഉത്തരങ്ങൾ പോന്നോട്ടെ. ഇവിടെ ബാറ്റഡ് ഇത് ഏത് ടെൻസ് ആണെന്ന് ആലോചിക്കാം. ഇവിടെ ഒരു ഹീ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. സച്ചിൻ ബാറ്റഡ് വെൽ. ഉത്തരം ബി ആണ് കേട്ടോ. ബാറ്റഡ് എന്നുള്ള പാസ്റ്റ് ടെൻസ് ആണ്. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. സോ നമ്മൾ എന്തെടുത്തു? ഡിഡിന്റ് ഹി. അടുത്ത ക്വസ്റ്റ്യൻ കൂടി ചെയ്തോളൂ. ഹി ഹാർഡ്ലി എവർ മേക്സ് എ മിസ്റ്റേക്ക്. ഹാർഡ്ലി വാക്കൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ, ഹാർഡ്ലി. ഇനി ഉത്തരം പറഞ്ഞോളൂ. ഹാർഡ്ലി ആ വാക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹാർഡ്ലി എന്നുള്ളത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്, നെഗറ്റീവ് ടേം ആണ്. സോ നമ്മൾ എടുക്കേണ്ട ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. പക്ഷെ ഇവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്, ഡയറക്റ്റ് ഓക്സിലറി വെർബ് കിട്ടാനില്ല. അതുകൊണ്ട് മെയിൻ വെർബായിട്ടുള്ള മേക്സ്, അതിൽ നിന്ന് നമ്മൾ ഓക്സിലറി വെർബായിട്ടുള്ള ഡസ് എടുത്തു. ആൻസർ എന്ത് വരും? ഡസ് ഹി. പോസിറ്റീവായിട്ട് നമ്മുടെ ടാഗ് ഉപയോഗിച്ചു, കാരണം ഹാർഡ്ലി എന്നുള്ളത് ഒരു നെഗറ്റീവ് ആണ്, അതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നത്തിങ് വിൽ ഹാപ്പൻ. നത്തിങ് വിൽ ഹാപ്പൻ.
ആൻസർ സി ആണ്. നത്തിങ് വിൽ ഹാപ്പൻ. നത്തിങ് എന്നുള്ളത് നെഗറ്റീവ് ടേം ആണ് അല്ലേ? അതുകൊണ്ട് വിൽ മാത്രം എടുത്താൽ മതി. വിൽ ഇറ്റ്. ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ലെറ്റ് us ഹാവ് ഐസ്ക്രീം. ലെറ്റ് വരുമ്പോ എന്താ ചെയ്യാനാ പറഞ്ഞതെന്ന് ഓർത്താൽ മതി. ലെറ്റ്. യെസ്, ആൻസർ കറക്റ്റ് ആണ്. ഷാൽ വി. ലെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷാൽ വി ആണ് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവരും ശരിയായിട്ടുണ്ട് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യു ആർ ഗോയിങ് ഹോം നൗ. യു ആർ ഗോയിങ് ഹോം നൗ. ഓക്സിലറി വെർബ് ഏതാണ്? ആറാണ്. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. സെന്റൻസ് ഇവിടെ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ടാഗ് ഏതാണ്? ആറിൻറ്റ് യു. യെസ്, കറക്റ്റ് ആണ്. എല്ലാവരുടെയും കമന്റ്സ് കറക്റ്റ് ആയി വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ചിത്ര ഡാൻസസ് വെൽ. ചിത്ര ഡാൻസസ് വെൽ. നോക്കാം. ഡാൻസസ് നമുക്ക് ഡയറക്റ്റ് എന്ത് തന്നിട്ടില്ല, ഓക്സിലറി വെർബ് തന്നിട്ടില്ല. അതുകൊണ്ട് ഡാൻസസിൽ നിന്ന് നമ്മൾ ഡെസ് എടുത്തു. നമ്മുടെ സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. സോ ഡസിൻറ്റ് ഷീ. റൈറ്റ് ആൻസർ. ഓക്കെ, ഇവിടെ ബിയുടെയും സിയുടെയും ഓർഡർ ഒന്ന് മാറി കിടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് മിസ്റ്റേക്ക് വന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആ ഓർഡർ മാറി കിടക്കുന്ന ഒരു മിസ്സിംഗ് ആയിട്ട് വന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ഡു നോട്ട് ഗോ ടുഗദർ. ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ഡു നോട്ട് ഗോ ടുഗദർ. ഒരാളുടെ ഉത്തരം വന്നു. 2, 3. ഇവിടെ നമുക്ക് ഡയറക്റ്റ് എന്ത് തന്നിട്ടുണ്ട്? ഓക്സിലറി വെർബ് തന്നിട്ടുണ്ട്, ഡു. ഇവിടെ സെന്റൻസ് നെഗറ്റീവ് ആണ്, നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അധികം ആലോചിക്കാണ്ട് നമുക്ക് കിട്ടും അല്ലെ? ഡു ദേ ആണ് ആൻസർ. ഓക്കെ, അടുത്തത്. ദേ ആർ നൈദർ ബ്രില്യൻറ്റ് നോർ ഹാർഡ് വർക്കിംഗ്. നൈദർ നോർ. നൈദർ നോർ വരുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ആലോചിക്കുക. ആൻസർ ബി ആണ് വരുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് ബി വന്നത്? നൈദർ എന്നുള്ള വാക്ക് എന്ത് സെന്റൻസ് ആണ്, അല്ലെങ്കിൽ എന്ത് ടേം ആണ്? നെഗറ്റീവ് ടേം ആണ്. സോ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. സോ നമുക്ക് വന്നത് ആർ ദേ. അടുത്ത് നോക്കൂ. എവരിബഡി ഹാസ് അറ്റൻഡഡ് ദ കോൺഫറൻസ്. എവരിബഡി എന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ദേ ആണെന്ന് നമുക്കറിയാം. ഓക്സിലറി വെർബ് കൂടെ ഹാസ് തന്നിട്ടുണ്ട്. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. എല്ലാവരും സി ആണ് പറയണേ. ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചോളൂ. എവരിബഡി എന്ന് പറയുമ്പോൾ ഹാസ് ഉപയോഗിക്കാൻ പറ്റുമോ, അതോ ഹാവിലേക്ക് മാറുമോ? ഉത്തരങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ?
എല്ലാരും സീൽ ഉറച്ചിട്ടാണോ? ആർക്കെങ്കിലും വാക്ക് മാറ്റാനുണ്ടോ? ഒരാൾ മാറിയിട്ടുണ്ട്. ഇവിടെ എവരിബഡി ഹാസ് അറ്റൻഡഡ് ദ കോൺഫറൻസ് സെന്റൻസ് പോസിറ്റീവ് ആണ്. സോ നമ്മൾ നെഗറ്റീവ് ടാഗ് ഉപയോഗിക്കണം. പക്ഷെ നമ്മളിവിടുത്തെ സബ്ജക്ട് എന്താണ്? എവരിബഡി എന്നുള്ളതാണ് സബ്ജക്ട്. എവരിബഡി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. സോ ഹാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഹാവ് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതൊരു ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ടാഗ് എന്തേ വരുള്ളൂ? ഹാവിൻറ്റ്, ദേ, അതായിരിക്കും നമ്മുടെ ടാഗ് വരിക. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. He will not come now. ആ ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ ഒന്നുകൂടി പറയണമെന്നാണോ അലീന ഉദ്ദേശിച്ചത്? ഓക്കെ, ഒന്നുകൂടി ആ എക്സ്പ്ലനേഷൻ തരാം, നോക്കിക്കോളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എവരിബഡി ഹാസ് അറ്റൻഡഡ് ദ കോൺഫറൻസ് എന്നാണ്. ഹാസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഹാസിൻഡേ എന്നുള്ളതിലേക്ക് പോകും. പക്ഷെ നമ്മുടെ സബ്ജക്ട് നോക്കുക. സബ്ജക്ട് ഇവിടെ എന്താണ്? എവരിബഡി ആണ്. എവരിബഡി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലൂറൽ ടേം അല്ലെ? അവിടെ ഹാസ് എന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഹാസ് നമ്മൾ എപ്പോഴും സിംഗുലർ ടേംസിന്റെ കൂടെയാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഹാവിൻഡ് ദേ എന്നുള്ളത് ചൂസ് ചെയ്യുന്നത് കേട്ടോ. സബ്ജക്ട് കൂടി നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ ഓക്സിലറി വെർബ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഹാസ് അല്ല ഉപയോഗിക്കേണ്ടത്, ഹാവ് ആണ്. കാരണം നമ്മുടെ സബ്ജക്ട് പ്ലൂറലാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോളൂ. ഹി വിൽ നോട്ട് കം നൗ. വിൽ നോട്ട് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. സോ നമ്മൾ പോസിറ്റീവ് ടാഗ് വേണം ഉപയോഗിക്കാൻ. ഓൾറെഡി നമ്മുടെ സെന്റൻസിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വിൽ എന്നുള്ള ഓക്സിലറി വെർബ് തന്നിട്ടുണ്ട്. ഇനി ഉത്തരം പറയാൻ ബുദ്ധിമുട്ടില്ലല്ലോ? യെസ്, ആൻസർ ബി ആണ്. വിൽ ഹി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എവരി അഡൽട്ട് ഹാസ് റൈറ്റ് ടു മാരി. എവരി അഡൽട്ട് ഹാസ് റൈറ്റ് ടു മാരി. ആൻസർ എന്തായിരിക്കും വരാം? എവരി എന്ന് പറയുമ്പോൾ അതൊരു പ്ലൂറൽ ടൈം ആണ്. അപ്പൊ ഹാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഹാവിലേക്ക് നമ്മൾ മാറണം. സെന്റൻസ് പോസിറ്റീവ് ആണ്. സോ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇത്രയും ചേർന്ന് വരുമ്പോൾ ആൻസർ സി ആണ്, ഹാവിൻഡ് ദേ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. യു നീഡ് നോട്ട് കം. യു നീഡ് നോട്ട് കം. എയും ബിയും ഒക്കെ മാറി മാറി ഓടുന്നുണ്ട്. ഇവിടെ നീഡ് എന്നുള്ളതാണ് നമ്മുടെ ഓക്സിലറി വെർബായിട്ട് എടുക്കേണ്ടത്. സെന്റൻസ് നെഗറ്റീവ് ആണ്. സോ നമ്മൾ എടുക്കേണ്ട ടാഗ് പോസിറ്റീവ് ആണ്. ആൻസർ ബി ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നീഡ് നോട്ട്, അതിൽ നീഡാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ടാഗായിട്ട്. ഇതുവരെ പറഞ്ഞ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ചോദ്യം റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം.
നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞു തരണം, എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സംശയങ്ങളൊന്നുമില്ല, ക്ലിയർ ആണ്. ഇന്നെടുത്തത് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ഇന്നെടുത്ത് തന്നതിലെ ഞാൻ ആൻസേഴ്സ് മാർക്ക് ചെയ്ത PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അത് വെച്ച് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ സംശയങ്ങൾ വരാണെങ്കിൽ ചോദിക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ കോൺകോഡ് എടുത്തത് മറക്കരുത്, അതിന്റെ കൂടെ ഇതുകൂടി ചേർത്ത് കൊണ്ടുപോകണം കേട്ടോ. നല്ല മഴയൊക്കെയാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ആരും വെള്ളക്കെട്ടിലൊന്നും പോയി ചാടരുത്. ചെറിയ പിള്ളേരെല്ലാം അറിയാം, എന്നാലും നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണല്ലോ. അപ്പോൾ വലിയ പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലാണ്ട് കുട്ടികൾ സ്കൂളിലൊന്നും പോവാണ്ട് വീട്ടിലിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയാം. പരമാവധി ഈ സമയം പഠിക്കാനായിട്ട് ഉപയോഗിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇനി? ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ.